ഹലോ നമസ്കാരം. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HMPV വൈറസ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ച ഒരു ബ്രേക്കിംഗ് ന്യൂസിനെ കുറിച്ചാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, ഇതിൽ നമ്മൾ പാനിക് ആവേണ്ട ആവശ്യമുണ്ടോ, അതുപോലെ തന്നെ ഇതിന് എന്തെങ്കിലും പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ടും വീഡിയോ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ചൈനയിലാണല്ലോ HMPV വൈറസ് ഇതിന്റെ ബാധ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും മരണങ്ങളും ഒക്കെ സൃഷ്ടിച്ചു എന്നിട്ടുള്ള വാർത്തകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലാവട്ടെ ന്യൂസിലാവട്ടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓൾറെഡി HMPV വൈറസിനെ കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അതിൽ നമ്മൾ അതിന്റെ സിംറ്റംസ് ആകട്ടെ, അതുപോലെ തന്നെ ഇതിന് പ്രിക്കോഷൻസ് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്ത് ഇന്ത്യയിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. പക്ഷെ നിർഭാഗ്യവശാല് ഇന്ന് ഇന്ത്യയിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞിന് ഇത് സ്ഥിരീകരിച്ചതായിട്ട് റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ പരിഭ്രാന്തരാവാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 50% നമ്മൾ ശ്രദ്ധിക്കണം. ഒരു 50% നമ്മൾ ഒരുപാട് പാനിക് ആവേണ്ട ആവശ്യവും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പോ ചൈനയിൽ ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൂടുതലും നോർത്തേൺ പ്രൊവിൻസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, അപ്പൊ അവിടുത്തെ സ്ഥിതി എന്താന്ന് വെച്ചാല് അവിടെ ഒരുപാട് വൈറസുകൾ ഉണ്ട്. അതായത് ഈ ഒരു HMPV വൈറസ് കൊണ്ട് മാത്രമല്ല അവിടെ മരണം സംഭവിക്കുന്നത്. അവിടെ COVID-19 ഉണ്ട്, ഇൻഫ്ലുവൻസ A വൈറസ് ഉണ്ട്. അപ്പോൾ സാധാരണ ഒരു ജലദോഷപ്പനി പോലെ വരുന്ന ഈ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിന്റെ ഇൻഫെക്ഷന് കാരണമാകുകയാണ്. അതായത് നമ്മുടെ മൂക്കിലും ശ്വാസകോശത്തിലും ഇതിന്റെ സംബന്ധമായ പ്രശ്നങ്ങൾ, ഈ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ ഇത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത് വയോജനങ്ങളെയാണ്. അതായത് ഒരു 60 വയസ്സിന് ശേഷമുള്ള ആളുകള്, അതുപോലെ ചെറിയ കുട്ടികള്, 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങള്, അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉള്ള ആളുകൾ, ഇപ്പോൾ എസ്പെഷ്യലി നമുക്കൊരു ക്യാൻസർ ഉള്ള ഒരു പേഷ്യൻസ്, അതേപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ ഉള്ള ആളുകൾ, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളുള്ളത്, സ്ട്രോക്ക് വന്നിട്ടുള്ള ആൾക്കാര്, ഹൃദയ സംബന്ധമായ ഇഷ്യൂസുകളുള്ള, അപ്പൊ ഇത്തരം ആളുകളൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഈ ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ ബാധിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത്തരം ആളുകൾ കുറച്ചും കൂടി കൂടുതൽ കെയർ കൊടുക്കണം, അല്ലെങ്കിൽ അതിനുള്ള ഒരു ടേക്ക് കെയർ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ തന്നെ സെൽഫ് കെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇത്തരം ഇഷ്യൂസ്, ഈ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനുള്ള പ്രിക്കോഷൻസും കൂടി നമ്മൾ എടുക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പിന്നെ ഈ നോർത്തേൺ പ്രൊവിൻസിലുള്ള ഈ ചൈനയിലുള്ള ഈ പ്രത്യേക പ്രദേശത്താണല്ലോ ഇത് സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, അതായത് ചൈനയിൽ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കും ഇത് സ്പ്രെഡ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതും ഒരു അത്ഭുതജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് പണ്ടേക്കുള്ള ഒരു വൈറസ് തന്നെയാണ്, അല്ലാതെ ഇപ്പോൾ ഉത്ഭവിച്ചതൊന്നുമല്ല. ഇത് ചൈനയിലല്ല ഉത്ഭവിച്ചത്. ഇത് വളരെ മുൻപ് തന്നെയുള്ള ഒരു വൈറസ് ആണ്. അത് അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ, അതുപോലെ നെതർലാൻഡ് പോലത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മുൻപ് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയൊരു വൈറസ് ഒന്നുമല്ല. ഓക്കെ, പിന്നെ ഇതൊരു അതിശൈത്യമുള്ള കാലാവസ്ഥയിലാണ് ഇത് ആക്റ്റീവ് ആവുക എന്നുള്ളതും കൂടിയുണ്ട്. സാധാരണ എല്ലാതരം ജലദോഷ പനികൾക്ക് ഉണ്ടാക്കുന്ന വൈറസുകളും ആക്റ്റീവ് ആവുന്നത്, കൂടുതലായിട്ട് അവർക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഇടം കിട്ടുന്നത് എപ്പോഴും തണുപ്പ് കൂടുന്ന സമയത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇന്ത്യയിലെ നോർത്തേൺ സ്റ്റേറ്റ്സ് ഒക്കെ, ഇപ്പൊ ഡൽഹി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഇത്തരം വൈറസുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരുപാട് പേരിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സമയത്ത്. ഇപ്പൊ ഡൽഹി മാത്രമല്ല, ഉത്തർപ്രദേശ്, അത്തരം ഏരിയാസ് ഒക്കെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണ് അല്ലെ. അപ്പൊ അത്തരം ഏരിയാസുകളിലൊക്കെ ഇത് സ്പ്രെഡ് ചെയ്യപ്പെടും. സാധാരണ നമ്മുടെ നാടുകളിൽ വരികയാണെങ്കിലും ഇത് സ്പ്രെഡ് ചെയ്യപ്പെടും. പക്ഷെ ഇത് ഒരു സമയം, ഒരു കാലഘട്ടം ഉണ്ട്. ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന്റെ ആക്ടിവേഷൻ കുറയുന്നതായിട്ടും കാണാറുണ്ട്. അപ്പോൾ ഇത് മഞ്ഞുവീഴ്ചയുള്ള സ്ഥലത്താണ് ഇത് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ ഇപ്പോ കണ്ടുവരുന്നത് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഒരു യാത്രാ വിലക്കുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതായത് ചൈനയിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വരരുതെന്നോ, വിമാനമാർഗം വരരുതെന്നോ, അല്ലെങ്കിൽ ഏത് മാർഗം, കപ്പൽ മാർഗമോ വിമാനമാർഗമോ ഒന്നും വരരുതെന്നൊന്നും അത്തരത്തിലുള്ള വിലക്കുകളൊന്നും ഇതുവരേക്കും ഉണ്ടായിട്ടില്ല. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു വിശദീകരണം WHO നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ചോദിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഒരു വിശദീകരണം തരാനായിട്ട് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനോട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുവരേക്കും നമ്മുടെ ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രോട്ടോകോൾ എടുക്കുക, അല്ലെങ്കിൽ ഇതിനൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരേക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ.
പക്ഷെ നമുക്ക് അതിൻ്റെതായ നമുക്കറിയാം കോവിഡ് വന്ന സമയത്ത് ഒരുപാട് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് ഇടയിൽ ഉണ്ടായിരുന്നു. അത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോഴും പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇത്തരം ഇൻഫെക്ഷനിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട്. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ മെഡിക്കൽ സിസ്റ്റം വളരെ ആർജവമായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പ്രവർത്തിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ജലദോഷ സംബന്ധമായ ജലദോഷപ്പനിയോ അല്ലെങ്കിൽ മൂക്കടപ്പോ അല്ലെങ്കിൽ കുത്തിയുള്ള ചുമയോ അത്തരം എന്തെങ്കിലും ഇഷ്യൂസോ തൊണ്ടവേദനകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിൽ പോകാനും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും മറക്കരുത്. കാരണം ഇത്തരം ഇൻഫെക്ഷൻ നമുക്കിടയിൽ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണത് ഏറ്റവും നല്ലതായിരിക്കും. കാര്യം മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാതെ അതുപോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിലേക്ക് എത്തിക്കാനും ഒക്കെ ഇത്തരം അവസ്ഥയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ക്രിട്ടിക്കൽ എമർജൻസി കെയർ ഒക്കെ വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അവര് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. അതിപ്പോ ആയുർവേദ ഔഷധങ്ങളായാലും നമ്മൾ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് ആയുർവേദ ഔഷധങ്ങൾ ഇതിനെ പ്രിവെന്റ് ചെയ്യാനും ഇത് വന്നിട്ടുള്ള ചികിത്സയ്ക്കും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണാം. നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കാതെ ഉടനെ തന്നെ ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അകലം പാലിക്കുക. നമുക്ക് ഇപ്പോ അത്രയ്ക്ക് പ്രശ്നം ഇല്ലെങ്കിൽ പോലും നമ്മൾ കൂടുതലായിട്ടും കുറച്ചൊക്കെ അകലം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരുപാട് ഹോട്ടൽ ഫുഡ്സുകളൊക്കെ കഴിക്കാതിരിക്കുക എന്നുള്ളതും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. കർച്ചീഫ് യൂസ് ചെയ്യാം, ഷേക്ക് ഹാൻഡ്സ് കൊടുക്കാതിരിക്കുക. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ ശ്രദ്ധിക്കാവുന്നതാണല്ലോ. അതുപോലെ അതൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ ഒരു കേസ് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നാണ് പ്രാഥമികമായിട്ടുള്ള അറിവ്. ഇനി കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 50% സാധ്യതയുണ്ട്. 50% സാധ്യത നമ്മൾ അത്രയ്ക്കും നല്ല രീതിയിൽ നമ്മൾ ഇതിനെ ടേക്ക് കെയർ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ഇത് അങ്ങനെ തന്നെ സ്പ്രെഡ് ആവാതെ പോയിക്കോളും എന്ന് വിശ്വസിക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായ പ്രിക്കോഷൻസ് എടുക്കുക. നമുക്ക് ഇൻഫെക്ഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രോപ്പർ കെയർ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വയോജനങ്ങള്, ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുക. പാരന്റ്സ് ഒരുപാട് ഇൻഫെക്ഷൻസ് ഉള്ള ആളുകളിൽ നിന്ന് അകലം പാലിപ്പിക്കുക പകരാതിരിക്കാനായിട്ട്. പിന്നെ ഏതെങ്കിലും വീടുകൾ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നൈബേഴ്സിന് ആർക്കെങ്കിലും ഇത്തരം ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് പറയാം ഡോക്ടറെ കാണിക്കാനും അത്തരം കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതില് പാനിക് ആവേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളൊരു മുൻകരുതൽ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കലും പാനിക് ആവരുത്. കാരണം ഇതിനേക്കാളും വലിയ സിറ്റുവേഷൻസ് വരെ നമ്മൾ തരണം ചെയ്തു വന്നവരാണ്. അതുകൊണ്ട് ഇത് അത്രയ്ക്ക് വലിയൊരു പ്രശ്നമല്ല. പക്ഷേ നമ്മൾ മുൻകരുതൽ എടുക്കുക. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈവ് സെക്ഷനിലും കമന്റ് സെക്ഷനിലും രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.